ഞാൻ പ്രകാശൻ. ഇന്ന് ഓണമായിട്ട് 2 അടിക്കാൻ ഒറ്റ വഴി പോലും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്കറിയാലോ എനിക്ക് ജോലി ചെയ്യാൻ പാടില്ലാന്ന്. ഞാൻ ജോലി ചെയ്യുമ്പോഴേ എൻ്റെ ശരീരം മൊത്തം അങ്ങനെ വെള്ളം പോലെ വരും. ചിലരതിനെ വിയർപ്പെന്നാ പറയുന്നത്. അതുകൊണ്ട് 2 അടിക്കാനുള്ള വഴി തുറന്നു തരാൻ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു വഴിയുണ്ട്, ഇപ്പൊ വരാം. ചേട്ടോ, പേപ്പർ വേണോ? പേപ്പർ വേണം. ഇതാണോ? എടുത്തോ. നല്ല കനമുണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ പേപ്പറല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അത് ശരി. ഓ സന്തോഷം. ഇതെന്ത് ഇഷ്ടികയോ? എടാ സാമദ്രോഹി, നിന്നെ ഞാൻ 10, 20, 30. ചേട്ടന്റെ പൈസ എന്റെ ഇഷ്ടിക എന്ത്? അയ്യോ, മേലെ ഇതുപോലെ തട്ടിപ്പോയിട്ട് രാവിലെ ഒരു മനുഷ്യൻ പല്ലേക്കാതെ പോയി ക്യൂലിക്കടൂ. അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല. നീ എന്തുദ്ദേശിച്ചാലും പോയി ക്യൂലിക്കടാ. യൂണിഫോം കിട്ടിയത് നന്നായി. ഇവർക്ക് തന്നെ കൊടുക്കാം ആദ്യത്തെ പണി. യെസ് സാർ. ബില്ലില്ലാതെ ആര് മദ്യം കൊണ്ടായാലും അവരെ കസ്റ്റഡിയിൽ എടുക്കും സാർ. ഓക്കെ സാർ. സാറേ, ഇവിടെ ഒരുത്തം വെള്ളം അടിച്ച് ഓവറായി കിടപ്പുണ്ട്. ഓവർ ഓവർ. ഇവിടെ കിടന്ന് ഉരുണ്ടും അറിയാതെ ആ ക്യൂവിൽ നിൽക്കടാ. കിണിച്ചോ ഞാനിതിന്റെ ഷട്ടർ തുറന്ന് അകത്ത് കടന്ന് സാധനം എടുത്ത് തന്നാലല്ലേ നിനക്കൊക്കെ കൂച്ചാൻ പറ്റൂ. സാറെന്താ ഇവിടെ? ഞാനോ? അതായത് ബില്ലില്ലാതെ മദ്യം കൊണ്ട് ആര് പോയാലും അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ SI പറഞ്ഞു വിട്ടതാ. ഈ മദ്യം ഇങ്ങോട്ട് ഇറക്കണതാരാ? അത് സർക്കാർ. ബില്ലില്ലാതെ പോകുന്നവരെ പിടിക്കണതാരാ? അത് പോലീസ്. സർക്കാരിന്റെ പോലീസ്. ഈ നിക്കണ കുടിയന്മാരൊക്കെ ഒരു ദിവസം കുടി അങ്ങ് നിർത്തിയ സർക്കാർ എന്തോ ഒരു ക്വാർട്ടർ. എന്താ വേണ്ടേ? ഇതാ പറഞ്ഞ തടി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എക്ക പോക്കാ. എടാ എനിക്ക് പോടാ. അവിടെ 2 കോടി കൊടുത്തു. ഇനി നാളെ 3 കോടി രൂപ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ദയവ് ചെയ്ത് എന്നോട് ഈ കാശിന്റെ കണക്ക് പറയല്ലേ ചേട്ടാ. 5 ലക്ഷം രൂപയല്ലേ? നാളെ തന്നെ ഞാൻ ബാങ്കിലേക്ക് 5 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് ഇട്ടേക്കാം. ഏട്ടൻ വന്നെടുക്കാൻ മറക്കരുത്. 5 ലക്ഷം രൂപയല്ലേ? നാളെ തന്നെ. ഓക്കെ ചേട്ടോയ്, ഏറ്റവും കുറഞ്ഞ ക്വാർട്ടറിന് എന്താ വില? 50 രൂപ. 45 രൂപയുടെ ക്വാർട്ടർ ഉണ്ടാ? ഇല്ല. ചേട്ടാ, ഇനിയിപ്പോ എന്നാ ചെയ്യും? ചേട്ടോയ്, 5 രൂപ എടുക്കാൻ. 5 രൂപ എന്തിനാ? 5 രൂപക്കാന്റെ ഒരു ക്വാർട്ടർ നമുക്ക് വട്ടം പൊട്ടിക്കായിരുന്നേ. ആർക്ക് വേണോടോ തന്റെ ക്വാർട്ടർ? ഞാൻ ജോണി വോക്കർ ഫുള്ള് മേടിക്കാൻ വന്ന. ഇനിയിപ്പോ ഇവിടെ കള്ള് ഷാപ്പ് അവിടെ കാണും. അവിടെ എങ്ങാനും ഉണ്ട്. ആണോ? പക്ഷെ അവിടെ ആനമൈക്കേ കിട്ടത്തുള്ളൂ. ആന മയക്കെങ്കിൽ ആന മയക്കും. ഹലോ, 10 ലക്ഷം രൂപയല്ലേ? ഞാൻ വീട്ടിൽ കൊണ്ടെത്തിക്കാം. ബില്ലൊന്നും വേണ്ടേ? അവിടെ ആ ബില്ലിങ് ബില്ല് കളഞ്ഞുപോയി. ബില്ലില്ലെന്നേ. ബില്ലില്ലെന്നോ? കളഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല. ബില്ല് കറണ്ട് ബില്ലുണ്ട്. മതിയോ? കറണ്ട് ബില്ല? വീട്ടിലെ കറണ്ട് ബില്ലേ? അതൊന്നും പറയാൻ പറ്റില്ല. സാധനം തരാൻ പറ്റില്ലെന്ന്. സാധനം തരില്ലെന്ന്. അരി മേടിക്കാൻ പറ്റ കാശാ. അരി മേടിക്കാൻ പറ്റ സാധനം എന്റെ അമ്മേ. നമസ്കാരം സാറേ.
സാർ ഏത് സ്റ്റേഷനിലാണ് ഡ്യൂട്ടി? അല്ല സാർ, ഞാൻ അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്റ്റേഷനിലും ഉണ്ട്. പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ. ഒന്ന് വിട്ടുപോയി, കംഫർട്ട് സ്റ്റേഷൻ. ഓ. ഞങ്ങള് പോലീസുകാരുടെ യൂണിഫോം എടുത്തിട്ടോണ്ട് ഞങ്ങൾക്ക് കിട്ടുക തന്നെ പണിയുന്നോളാ കളറാസ്കൾ. ആണടാ നീ? എന്റെ പൊന്നു സാറേ, ഞാനൊരു പാവാ സാറേ. നീ പാവാണോ പണക്കാരനാണോ എന്നുള്ളത് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാറേ, ഓണായിപ്പോ 2 അടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ യൂണിഫോം എടുത്തിട്ടത്. റാസ്കൾ, നീയൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഞങ്ങള് പാവപ്പെട്ട കാശില്ലാത്ത ഒറിജിനൽ പോലീസുകാർ എന്ത് ചെയ്യൂടെ? എടേ, ഞങ്ങൾക്കും ഓണക്കാലത്ത് കഴിക്കാൻ ഇതൊക്കെ അല്ലടേ ഉള്ളൂ മാർഗം. അതെ. ഇനി ഞങ്ങളുടെ യൂണിഫോം എടുത്ത് അണിയോ? ഇല്ല. അണിയുവോ? ഇല്ല. അണിയുവോ? ഇല്ല.